എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വൈ ആർ റിക്കീസ് ഹാബിറ്റ്സ് ഡിസ്ക്രൈബ്ഡ് സ്ലോവൺലി? റിക്കിയുടെ ഹാബിറ്റ്സിനെ സ്ലോവൺലി എന്ന് പറയാനുള്ള കാരണമെന്ത്? ഹി ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ് ആൻഡ് ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദി ഹൗസ്. റിക്കി അവൻ്റെ ബിലോങ്ങിങ്സ് സാധനങ്ങളെല്ലാം അവിടെ ആയിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, ഇടാറുള്ളത്. പോരാത്തതിന് അവൻ്റെ അമ്മയാണ് ഇതെല്ലാം പറക്കി അടുക്കി ഒതുക്കി ഒരു കോർണറിൽ വെക്കുന്നത്. അതുകൊണ്ടാണ് അവൻ്റെ ഹാബിറ്റ്സിനെ സ്ലോവൻലി എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ടുള്ള ഹാബിറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഹൗസ് ഹോൾഡ് ചോഴ്സ് ഡിഡ് ദ ബട്ട്ലർ റോബോട്ട് ടേക്ക് ഓവർ? വീട്ടിലെ എന്തെല്ലാം ജോലികളാണ്, ചോഴ്സാണ് നമ്മൾ ബട്ട്ലർ റോബോട്ട് ചെയ്തത്? കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്. കുക്കിങ്ങും ക്ലീനിങ്ങും അയണിങ്ങുമാണ് ഈ ബട്ട്ലർ റോബോട്ട് പ്രധാനപ്പെട്ടും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ അതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഒരു ചോറെന്ന് വെച്ചാൽ പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോസ് ഫ്രം ദ ഫ്ലോർ. തറയിൽ കിടക്കുന്ന റിക്കിയുടെ ഡ്രസ്സ് പറക്കുക അല്ലെങ്കിൽ അടുക്കി ഒതുക്കി വയ്ക്കുകയാണ് ഈ റോബോട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോറെന്ന് വെച്ചാൽ. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദി ഓതർ മീൻ ബൈ ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്? റെഡ് ഹാൻഡഡ് ആയിട്ട് അവൻ പിടിച്ചു എന്നതുകൊണ്ട് ഓതർ, നമ്മുടെ കഥ എഴുതുന്നയാൾ, ഉദ്ദേശിക്കുന്നത് എന്താണ്? റിക്കി കോട്ട് ദ റോബോട്ട് റെഡ് ഹാൻഡഡ് വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഹിസ് ക്ലോത്ത്സ് ബിക്കോസ് റിക്കി വാസ് സ്പൈയിങ് ഓൺ ദ റോബോട്ട്. റോബോട്ടാണ് റിക്കിയുടെ ക്ലോത്ത്സ് തറയിൽ നിന്ന് എടുത്തത്. അതാര് കണ്ടു? റിക്കി കണ്ടു. അതിനെയാണ് റെഡ് ഹാൻഡഡ് ആയിട്ട് പിടിച്ചു എന്ന് പറഞ്ഞാൽ. ഓക്കെ, ചെയ്ത കുറ്റം ചെയ്യുന്ന സമയത്ത് തെളിവോടെ പിടിക്കുന്നതിനെയാണ് നമ്മുടെ റെഡ് ഹാൻഡഡ് എന്ന് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹിയർ സർ ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു. വാട്ട് ഡസ് ദി റോബോട്ട് മീൻ? ഇതാ സാർ എടുത്തോളൂ, ഇത് നിങ്ങളെ ബോദർ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എന്താണ് റോബോട്ട് ഇവിടെ ഉദ്ദേശിച്ചത്? റിക്കീസ് തിങ്സ് വെയർ ലൈങ് സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ. റിക്കിയുടെ സാധനങ്ങൾ തറയിൽ അവിടെ ഇവിടെ ചിന്നിച്ചിതറി കിടക്കുകയായിരുന്നു, തെറിച്ച് കിടക്കുകയായിരുന്നു, സ്കാറ്റർ ചെയ്ത് കിടക്കുകയായിരുന്നു. ആൻഡ് ദ റോബോട്ട് തോട്ട് ഹീ ഡിഡ് നോട്ട് നീഡ് ദം. റോബോട്ട് വിചാരിച്ചു റിക്കിക്ക് ഇത് ആവശ്യമില്ല. സോ സെൻഡ് ദം ടു പ്ലേസസ് വെയർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദം. അവിടെ റോബോട്ട് എന്ത് ചെയ്തു? സോ ഹീ സെൻഡ് ദം ടു. ഓക്കെ, അവിടെ ഹീ കൂടെ ഉണ്ട്. അവൻ എന്തോ ചെയ്തു? ആവശ്യമുള്ള ആൾക്കാർക്ക് വേണ്ടി ആ സാധനങ്ങളെ പല പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ റോബോട്ട് അയച്ചു കൊടുത്തു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ചസ് കെയിം എബൌട്ട് ഇൻ റിക്കീസ് ബിഹേവിയർ? റിക്കിയുടെ ബിഹേവിയറിൽ, പെരുമാറ്റത്തിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടായത്? റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. റിക്കി എന്തോന്ന് തീരുമാനിച്ചു? ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആവാൻ തീരുമാനിച്ചു. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുക, അത് വൃത്തിയായും അടുക്ക ചിട്ടയോടും കൂടി സൂക്ഷിച്ചൊരിടത്ത് വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റിക്കിക്ക് ഇവിടെ ഉണ്ടായ മാറ്റങ്ങൾ. ഇത്രയുമാണ് നമ്മുടെ പാഠത്തിലെ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ പുതുതായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾക്കായി കാത്തിരിക്കുക.